എടാ ഇവനൊക്കെ എവിടുന്നാടാ വന്നേക്കുന്നത്? ഇത്ര നേരമായിട്ട് റോളില്ലാതെ ഇവനൊക്കെ കളിക്കുന്നേ. അഡ്മിൻ പ്ലീസ് കം ഓൺ. ബില്ലു 56. പുതിയ ഗാങ്ങാണോ? ആയിരിക്കും. ഓ ആയിരിക്കും. അഫ്സൽ ബ്രോ ബിഗ് ഫാൻ ആണ് നമുക്ക്. എന്താണ് ബ്രോ? പറയൂ പറയൂ. സ്കൈ ഒന്ന് താഴെ വരുമോ? സ്കൈയെ കണ്ടുകൂടെ? ക്യാരക്ടർ കണ്ടുകൂടെ? ടർഫ് തുടങ്ങിയിട്ടാണോ സർവറിൽ കയറുന്നത്? അല്ലല്ല, ഞാൻ സബ്ബായിട്ടാണ്. എന്നാ പിന്നെന്തിനാണ് വിളിച്ചത്? സബ്ബാണെങ്കിൽ പിന്നെ എന്നെ ഇപ്പൊ വിളിച്ചിങ്ങോട്ട് ടർഫ് ചാർജറിന് ചെറിയ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. കറണ്ട് പോയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ ഇറക്കാറ്. ബ്രോ ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ലേ? കാണുന്നില്ലേ? ഫുട്ബോള് ജർമ്മനി കളിയുടെ കാര്യമാണ് പറഞ്ഞത്. നമ്മളതിൽ പൊട്ടന്മാര് അവന്മാരെ പറഞ്ഞിട്ട് കാര്യം ഇല്ല. അല്ല അത് 1-1 മാത്രമേ ഇട്ടുള്ളൂ. ജർമ്മനി നിട്ടില്ലല്ലോ ഇവന്മാര്. അപ്പൊ നമ്മളെന്ത് വിചാരിക്കാം? പെട്ടെന്ന് അടി കിടക്കുന്നു. അതാ അപ്പൊ നമ്മളെ തെറ്റില്ല. അതല്ല അവന്മാര് ഒരു ഗോൾ അടിച്ചെന്ന്. അതെങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? ഇന്നലെ മൊറോക്കോ കളി എന്തൊരു കളിയായിരുന്നു. മൊറോക്കോ വേൾഡ് റാങ്കിങ് 7 ബ്രസീലിന്റെ താഴെ തന്നെയാ. വലിയ വ്യത്യാസമൊന്നുമില്ല. അൺബീറ്റബിൾ ആയിട്ട് വന്നോണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ മറ്റന്നാ പോവാണ് അങ്ങോട്ട് മൊറോക്കോയിലോട്ട്. എന്തിനാ? 10:45 ഇങ്ങോട്ടൊരു കാര്യം ഒരു പുള്ളി പറഞ്ഞ മെഹറൂഫ് കൈ മന്തി മിസ്സായിട്ട് ഗോട്ടിനെ കൺവിൻസ് ചെയ്യുന്നു. എന്റെ കേറുമ്പോ അയച്ചുതരുവാണെങ്കിൽ കേറുമ്പോ അത് ഇപ്പൊ ഇച്ചിരി ഉണ്ടാവില്ലേ? എപ്പോഴും കേറണപ്പോഴേക്കും കേറുന്നത് ബുധനാഴ്ച ആയിരിക്കും. അല്ല വ്യാഴാഴ്ച. കുഴപ്പമില്ല. വ്യാഴാഴ്ച മതി മതി. അയച്ചു മെഹറൂഫ് ഒരു 5 അയച്ചു. 5 കാശ് എത്ര? ഉള്ളേ ജുഗ്രു പിന്നെയും ഒരു വണ്ടി തന്നെ ഇല്ലാണ്ടായി. ഒരാവശ്യമില്ലായിരുന്നു. അപ്പൊ അവന്റെ സൗണ്ട് വിട്ടണ. സോറി 4 പ്ലേയേഴ്സ് അവർക്ക് ഓൾറെഡി ഇട്ടായിരുന്നു. അസൻസിയോ ഒക്കെ താഴെ ഇറങ്ങിയിട്ട് മുതു വെടി താഴെ എന്നുള്ള ആരും അവിടെ കണ്ടില്ലെന്ന് തോന്നുന്നു. അവരെവിടെ നിർത്തിയിട്ടാ അവരുടെ പ്ലേയേഴ്സ് ഈ ഒരു ആംഗിള് എടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ വോളിയം ശരിക്കും ഹൈ ആണോ? ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഹാർഡ് റഷ് ചെയ്ത് കയറി വരുവാണെന്ന് തോന്നുന്നു. കണ്ടിട്ട് വൈപ്പർ അവിടെ ചാടിയിട്ടുണ്ട്. വൈപ്പറിനെ സ്പോട്ട് ഇട്ടിട്ടുണ്ട് തോന്നുന്നു. അസൻസിയോ അയ്യോ രാഗറി അവിടെ ബിൽഡിംഗ് റൊട്ടേറ്റ് ചെയ്തിട്ട് അഗ്രസീവ് പുഷാണ് ചെയ്തോണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അസൻസിയോക്ക് സപ്പോർട്ട് ആരും വന്നിട്ട് വരുന്നുണ്ട്. ഓക്കെ, അസൻസിയോക്ക് സപ്പോർട്ടുകൾ വന്നോണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇനി ഒരു ഹാർഡ് റഷ് നമുക്ക് കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. സാവേജ് സ്പോട്ട് ചെയ്തു മാൽഡീനിനെ. നല്ലൊരു എല്ലായിടത്തും അവിടുന്ന് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. നെട്ടൂർ സ്റ്റീഫനെ അവർ നോട്ട് ചെയ്തിട്ടില്ല. വൈപ്പർ വേഴ്സസ് മുച്ചിറി നല്ലൊരു ടാഗ്. സാവേജ് ലിറ്ററലി ലോ ആണ് വൈപ്പർ, ബട്ട് അവിടെ പിക്ക് ഓഫ് എടുക്കാൻ സാധിച്ചില്ല. ഡെസ്ട്രോനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. പീറ്റർ പാർക്കർ ഡെസ്ട്രോനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. പീറ്റർ പാർക്കറിന്റെ വക നല്ലൊരു പിക്ക്. ഡെസ്ട്രോ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ KTD വൈപ്പർ അസൻസിയോ വീണ്ടും നമ്മൾ നെട്ടൂർ സ്റ്റീഫനെ പിക്ക് ഓഫ് ചെയ്തു. അവിടുന്ന് ബാക്ക് ഇറങ്ങി മുച്ചിറി അടി വരുന്നുണ്ട്. അസൻസിയോ മേളിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവിടെ സൈലന്റ് അവിടെ കയറി വന്ന് സാവേജിന് ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്.
സ്റ്റീവ് ലോങ്ങിൽ നിന്ന് നല്ലൊരു cover fire ഓടി. സൈലന്റ് ആക്കി മാൽഡീനെ പുഷ് ചെയ്ത് പുച്ചറിയും അത് പീറ്റർ പാക്കറിനെ പുഷ് പീറ്റർ പാക്കറിന്റെ പിക്ക് കൺഫേം ചെയ്തിരിക്കുകയാണ്. അസൻസിയോ ജുഗ്രു ഈ ഒരു ഏരിയ കയറി വന്നിട്ടുണ്ട്. KTDയിലെ ലാസ്റ്റ് പ്ലെയർ, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ഓൾസോ ഡൗൺ ആയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ? KTD ബേക്കി വേഴ്സസ് ഏബൽ ജോസഫ്. ബേക്കി ഡൗൺ. കഥം ഒരാളെ രണ്ടുപേരാ എത്ര പേരായിരുന്നു? ഡെസ്ട്രോ വരും, പിന്നെ ഒരാളെ കൂടി അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഒരു ടർഫ് എത്ര മിനിറ്റാ? ഇനി ടർഫിൽ പുതിയ റൂൾ 45 മിനിറ്റ് ടർഫ് തുടങ്ങി 20 മിനിറ്റിനുള്ളിൽ ടർഫ് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ടർഫ് തോക്കുന്ന ടീമിന് പോകും. എങ്ങനെയുണ്ട്? അത് വന്നിട്ടോ മെഹ്റോബ്രോന്റെ വന്നേ അല്ല കാശ് മതി. കാശപ്പ് വരും. മെഹ്റു ബ്രോ താങ്ക് യു സോ ഫോർ ദ 1 സബ്സ്ക്രിപ്ഷൻ. താങ്ക് യു മെഹ്റോബ്രോ. തന്നില്ലേ ഞാൻ മെഹ്റോബ്രോക്ക് മെസ്സേജ് അയക്കാവേ എന്നെ സ്കാം ചെയ്തെന്ന് പറയാം. വ്യാഴാഴ്ച തോന്നണം, വ്യാഴാഴ്ച വ്യാഴാഴ്ച അത് കൊടുത്തോളാം. ഒരെണ്ണം കൂടി ഇട്ടോ മെഹ്റോബ്രോ, ഒന്നും കൂടി ഇട്ടോ കനത്തിലാവട്ടെ. അസെൻഷ്യോ അഗ്രസീവ് കൊള്ളാം ചെറുക്കൻ കൊള്ളാം. ചെറുക്ക അഗ്രസീവ് അല്ലേ, പിന്നെ അവൻ കറക്റ്റിന് അടിക്കുന്നുണ്ട്, കറക്റ്റിന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ ആദ്യമേ ടർഫ് കയറി ഡൗൺ ആയ ഇത്രയും പെട്ടെന്ന് തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കുറച്ചേരം കൂടെ ഞാൻ 4 മണിക്കൂറൊക്കെ ഒന്ന് തള്ളിക്കൊണ്ട് പോകാനുള്ള അതാണ് ഇത്. ഈ TV ന്റെ ഉമ്മാർ എനിക്ക് ഇഷ്ടമല്ലാത്ത ഇതാണ്. ഒരു സാധനം കാണാൻ വരുമ്പോ 5 മിനിറ്റിൽ കളി തീർത്തിട്ട് പോകും. പിന്നെ എന്തൊരു എന്തൊരു പിള്ളേരടാ നിങ്ങള്. ഇവനാണ് മെയിൻ കാരണം. ഞാൻ ഇതൊന്നും അപ്പാപ്പ അറിഞ്ഞോലില്ലോ കേട്ടോ. ഇതൊന്നും അപ്പാപ്പ അവിടെ തിന്നോണ്ടിരിക്കുവോ? അതെ ഇവിടെ ഇരിക്കുക. ആശ അവിടെ ഇരിക്കുക. ഇവ ഇപ്പഴാണോ സിറ്റി കയറണം? ആദ്യമായിട്ട് കയറിയെന്ന് തോന്നുന്നു. അവൻ സബ് സമയത്ത് മാറവിളിക്ക് എത്ര രൂപ? താങ്ക് യു. ഞാനെന്തോ അഡ്മിനാണോ? ഓക്കെ നല്ലൊരു ഇവിടെ ഒരു വണ്ടി കൂടെ തോന്നുന്നു. 4 പേർ അടങ്ങുന്ന വണ്ടിയാണ്. അവർക്ക് ആ പിക്ക് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അഡ്വാൻറ്റേജ് അയ്യോ ഡ്രൈവർ കൊടുത്തടാ, പക്ഷെ ഇവൻ ചത്തില്ലടാ. ഡേവിഡ് സുലു ഡൗൺ. 4 പേര് അവർക്ക് അത് കൊള്ളായിരുന്നു റൈറ്റ് അയച്ചത്. നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു നല്ലൊരു ടാഗ്. പിന്നെ നീ മണ്ടേന്ന് എങ്ങനെ അടിച്ചത്? ഞാൻ അവിടെ കുത്തിച്ചോണ്ടല്ലേ, നീ വായിൽ വരലിട്ടില്ലേ ഇരിക്കുള്ളൂ. നിന്നെ ഞാനെന്തൊക്കെ ഇവിടെ പറഞ്ഞു, ഞാൻ ചാറ്റ് വായിച്ചു. സോറിടാ സോറി. നേരെ അങ്ങ് നീ എന്തിനാ നീ ഇതാവുന്നതിന് അഗ്രസീവ് ആവുന്നതിന്? സോറി സോറി. ഇപ്പൊ അസസ്യോ വരുന്നു. പറഞ്ഞില്ല കേട്ടോ, ഇതൊന്നും അറിഞ്ഞിട്ടില്ല നിങ്ങള്. ഇല്ല സംഭവിച്ചിരി അവൻ ഇച്ചിരി ഇൻട്രോവേർട്ട് ആയതുകൊണ്ടേ ഒന്നും ഞാനാണ് ലാസ്റ്റ് ഇവിടെ കോൾ കൊടുക്കുന്നത്. ഇവിടെ കുത്തനെ ഇവനോട് ഇവിടെ ഫൈറ്റ് ചെയ്തെന്ന് ഇൻട്രോവേർട്ട് ആയി പോയി, അതുകൊണ്ട് നീല അവിടെ അടിയായി അവിടെ. തൊട്ടപ്പുറത്തുള്ള ജുഗുർ പോലും അറിഞ്ഞിട്ടില്ല, ഇപ്പോഴാണ് അറിയണത് ജുഗുർ. ഇതൊക്കെ തന്നെ പോയത്. അപ്പൊ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല ഇവര് ഫൈറ്റ് ചെയ്തെന്നും. പോയി സംഭവം അറിയാം അപ്പാ, മനുഷ്യൻ ഇത്തിരി ഇൻട്രോവേർട്ടഡ് ആയതുകൊണ്ടേ കോളൊന്നും പറഞ്ഞില്ല, മനസ്സിലായില്ലേ? നമ്മളങ്ങ് ഊച്ചെടുക്കേണ്ട അവസ്ഥയായി, ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ കണ്ടപ്പോഴാണ്
ഹരി പറയണത് ഇവിടെ ആയിരുന്നു. അല്ല അതപ്പോ ഇവിടെ അടിപൊളി ഹരി നൈസായിട്ട് അവിടുന്ന് ബാക്കിൽ പോയിട്ട് ഓടി കയറി പിക്കപ്പ് എടുത്തിട്ടൊക്കെ പോയി. ഇവിടെ ഇത്രയും ഫയറിംഗ് ആയപ്പോ അറിഞ്ഞു ഇവിടെ ഇങ്ങനെയൊക്കെ നടന്നു. ഒരു കോളും ഇല്ല. എടാ ചാറ്റി കിടന്ന ഒരുത്തവരെ ആരെ ഒന്ന് കുറ്റം ഒന്ന് പറയാ, ഒന്നും പറയല്ലേ, അത് വിട്, അത് ശോകം. അഗ്രസീവ് ആണെങ്കിൽ അത് പറയണം. അഗ്രസീവ് ആണെങ്കിൽ നമ്മൾ അറിയണം. ഇവരാരും വിളിക്കാതെ എവിടെ പോയത് അസൻസിയോ? ഞാനൊക്കെ ഒറ്റയ്ക്ക് പോകുന്നുണ്ടല്ലോ. ആ ഒരു ഫോലൊക്കെ ഓടിയല്ലേ അച്ഛൻ കോള് തരണ്ടേ? ഇന്റർവേർട്ട് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങനെ അറിയും? നേരത്തെ വണ്ടി ഇല്ലാണ്ട് മോളിൽ കയറാൻ വണ്ടി ഉണ്ടോന്ന് പോലും പറയുന്നില്ല. അതെ ശരി, അവരവിടെ ഫൈറ്റല്ലേ പാവകള്. ഞാൻ ഇപ്പുറത്ത് എടുക്കാതെ അടിക്കാന്നല്ലേ? കോളൊക്കെ കൊടുക്കണേ. കീളയിട്ട് പണി അവനെ. പീറ്റർ ബാളത്തിന്റെ വക നല്ലൊരു ഡൗൺ ആയിരിക്കും. എനിക്ക് എവിടൊക്കെ നോക്കണമെന്ന് മനസ്സിലായത് എല്ലായിടത്തും അടിപെട്ടു നിന്ന് അടിക്കുന്നുണ്ട്. അവിടെ സൈലന്റ് അവിടെ കയറി വന്ന് സാവേജിന് ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. സൈലന്റോ? നല്ലൊരു കവർ ഫയറോട് കൂടി സൈലന്റിനെ അവര് പിക്കാന്ന് പറയുന്നത്. ലാസ്റ്റ് പ്ലെയർ, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ്. ഓടി വരും അങ്ങോട്ട് നിന്റെ അടുത്തോട്ട് കയറി വന്നു. എനിക്കത് കിട്ടിയില്ല. അതൊക്കെ കൊണ്ടുപോയി. നീ കണ്ണടച്ചോണ്ടല്ലേ കൊണ്ടുപോയത്. 10 മിനിറ്റിലേക്ക് തീർക്കണോണ്ടേ. അവിടെ അടിയണം പറഞ്ഞപ്പോ ഞാൻ നോക്കിയപ്പോ തറയിന്ന് ബണ്ണൊക്കെ തപ്പിയെടുത്ത് തിന്നുന്നു. ഞാൻ നോക്കിയപ്പോ പറയണത് എന്തായാലും കളി തീരാൻ കുറച്ച് സമയം എടുക്കും. ഞാൻ എന്തെങ്കിലും കഴിക്കട്ടെ. പിന്നെ അപ്പാ ചെവളത്തൊരു അടിയെന്നായിരുന്നു അത്. ബോഗൊക്കെ കൊണ്ടുവരുന്നുണ്ടോ ഇനി? ഉണ്ട്, ഉണ്ടല്ലേ? അത് 3 ദിവസമായിട്ടായിരിക്കും. തിങ്കള്, ബുധന്, വെള്ളി അങ്ങനെ വരും. ടർഫ് ഗോക്കു പണ്ട് നമ്മള് ക്യാപ്ചറിങ് ഇല്ലേ? ക്യാപ്ചറിങ് നടുക്കൊരു ഓപ്പൺ ഗ്രൗണ്ടിൽ ക്യാപ്ചർ ചെയ്യുന്ന ഒരു പരിപാടി. അതല്ലേ ബോഗല്ലേ? അതെ അതെ. ഞാന് അതില് ഗോക്കുനെ കുറച്ച് ഇൻവോൾവ് ആണ്. ഗോക്കു നീ കുറച്ച് ഇൻവോൾവ് ആക്കാൻ കുറവുണ്ട്. ഇത് ഡെസ്ക്ടോപ്പ് ബോഡി ഓഫ് ആന്ന് തോന്നുന്നു. മയില് മുമ്പി അവിടെ ഡെസ്ക്ടോപ്പ് ബോഡി ഓഫ്. ഇത് ഗോക്കു നിന്റെ കുറച്ച് ഇൻവോൾവ്മെന്റ് കുറവുണ്ട് സെർവറി, മനസ്സിലായോ? എനിക്കൊരു കുറവില്ല. ഇല്ലില്ല, നിനക്ക് ഭയങ്കര ഇൻവോൾവ്മെന്റ് കുറവാണ്. അതുകൊണ്ട് നിന്നെ ഇതിലോട്ട് കുറച്ചുകൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാൻ പോവാ, മനസ്സിലായോ? ഇത്തിരി മുന്നേ പറഞ്ഞത് ടർഫിന്റെ കാര്യം എന്താ പുള്ളി പറയാൻ ഇൻട്രസ്റ്റ് ഉണ്ട് പുള്ളിക്ക്. അതെ ആണോ ഗോകു? അങ്ങനെ നിർബന്ധിച്ച ഇതില്ല. മനഃപൂർവ്വമാണ് എന്നെ സ്ലോട്ടിൽ ഇടാത്തതെന്ന് എനിക്കറിയാം. ഇതൊക്കെ എന്റെ തലയിൽ വെക്കാൻ വേണ്ടിയാണ് സ്ലോട്ട് ഇടാത്തതെന്ന് എനിക്കറിയാം. ബുദ്ധിയുണ്ട്. അപ്പം ഞാനത് കുറച്ച് ഗാഗിന്റെ കാര്യങ്ങൾ ഉഷാറായിട്ട് കുറച്ചുകൂടെ നോക്കാറുണ്ട്. അപ്പം മറ്റേ മാരകളൊക്കെ ആരെയൊക്കെ ഞാൻ ഏൽപ്പിക്കട്ടെ. എന്റെ അപ്പാപ്പ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അല്ലല്ല അപ്പാപ്പ ഒന്ന് ആലോചിച്ച് നോക്കണേ. ഇന്നലെ ഈഗിൾ വന്നിട്ട് ഗ്രൂപ്പ് ഇട്ട് ബോബെ ഗോക്കു സ്ലോട്ടിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയ കാര്യത്തില് മറ്റേ വാറിന്റെ ടീമിലൊക്കെ എടുത്ത് എന്റെ വാറ്റ് ഗോക്കു എന്നൊക്കെ പേരിട്ട് ലിസ്റ്റിലൊക്കെ പേരിട്ട് ഇരിക്കുക. ഇതൊക്കെ ലൈവ് നടക്കുക. ഇത് ലൈവ് നടക്കുന്ന കാര്യമാണ്. 5 ഞാൻ എന്നിട്ട് ലൈവ് പറയാം ഒരു സർപ്രൈസ് ഉണ്ട്, നിങ്ങൾ വെയിറ്റ് ചെയ്ത് സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ഈഗിൾ എന്നെ കോൾ ചെയ്യുന്നു. അത് പിന്നെ നിനക്ക് വിഷമം വരും. ഒരു കാര്യം പറയട്ടെ, കൊടുത്ത പേരിൽ ഇല്ലെന്ന്. നിങ്ങളല്ലേ എന്നിട്ട് അവൻ ഒരു ചോദ്യം ചോദിക്കേ വിഷമൊന്നുമില്ലല്ലേ? ഞാൻ പറഞ്ഞു ലൈവില് എല്ലാം കണ്ടൊരു വിഷമമില്ലാതല്ലേ. അതാണ് ഞാൻ സർപ്രൈസ് ഉണ്ട്, വെയിറ്റ് ചെയ്ത് പറഞ്ഞോണ്ടിരിക്കുന്നത്. സർപ്രൈസ് എന്താന്ന് പറഞ്ഞു പിന്നെ അവസാനം
ഞാൻ പറഞ്ഞു സർപ്രൈസ് പോയി സർപ്രൈസ് പോയി. വേറെ വാക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അതങ്ങ് ഊഹിച്ചോ.